നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് നമ്മുടെ ഓൺ ഗ്രിഡ് സിസ്റ്റം ഏകദേശം ഉച്ചയ്ക്ക് 11 മണി 12 മണി കിടക്കി വെച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അലാറം വരും, ജനറേഷൻ പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരു അവസ്ഥ വരും. ഈ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓവർ വോൾട്ടേജ് ട്രിപ്പ് എന്നായിരിക്കും സിസ്റ്റത്തിൽ കാണിക്കുക. ഒന്നുകിൽ ഇൻഡിക്കേഷൻ വരുന്ന അങ്ങനെയായിരിക്കും. അതിന് എന്താണ് പ്രതിവിധി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആദ്യം വന്നിട്ട് നമ്മൾ സിസ്റ്റത്തിന്റെ നമ്മുടെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഭാഗത്ത് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുക. അവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും. അവിടെ നിന്ന് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് മീറ്ററിന്റെ ഭാഗത്താണ്. മീറ്ററിന്റെ ഭാഗത്ത് ഫ്യൂസിലും മറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രിഡിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഗ്രിഡിലേക്ക് സപ്ലൈ ആവാൻ സാധിക്കാതെ അവിടെ നിന്ന് വോൾട്ടേജ് വരുന്നത് കൊണ്ടാണ് സിസ്റ്റത്തിലേക്ക് ഓവർ വോൾട്ടേജ് വരുന്നത്. ഈ ഒരു കാരണം കൊണ്ടായിരിക്കും സിസ്റ്റം ഓവറോൾ ട്രിപ്പിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂസിന്റെ ഭാഗത്ത് നമ്മൾ നോക്കുക. അവിടെ എവിടെയെങ്കിലും കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും, അവിടുത്തെ വയർ എവിടെയെങ്കിലും ലൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രിഡിൽ നിന്നുള്ള കണക്ഷൻ, ഗ്രിഡിൽ നിന്നുള്ള നമ്മുടെ സർവീസ് വയർ അവിടെ ലൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരും. ഇത് ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രിഡ് വോൾട്ടേജ് ഹൈ ആയി വരുന്ന ഒരു സമയമാണ്. ആ സമയത്തെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഒരുപക്ഷെ നമ്മുടെ സിസ്റ്റത്തിലെ കൺട്രി കോഡ് ഒരുപക്ഷെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ആ വോൾട്ടേജ് റേഞ്ച് കറക്റ്റ് കിട്ടാഞ്ഞിട്ടായിരിക്കും അത് അങ്ങനെ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കൺട്രി റേഞ്ച് നമ്മൾ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.